പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ കൂടുതൽ തീവ്രമാക്കിക്കൊണ്ട് കുവൈറ്റിലെ ക്യാമ്പ് ആരിഫ് ഖാൻ താവളത്തിന് നേരെ ഇറാൻ ശക്തമായ മിസൈൽ ആക്രമണം നടത്തി. തങ്ങളുടെ കരസേന ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് തൊടുക്കുന്ന മിസൈലുകൾ ഉപയോഗിച്ച് അമേരിക്കയുടെ അതിപ്രധാനമായ ഹൈമാസ് മിസൈൽ സംവിധാനങ്ങളെ കൃത്യമായി തകർത്തതായി ഇറാൻ അവകാശപ്പെട്ടു. ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. മധ്യപൂർവ്വദേശത്തെ അമേരിക്കൻ നാവിക വ്യോമ കരസേനാ വിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിലൊന്നാണ് കുവൈറ്റിലെ ക്യാമ്പ് ആരിഫ് ഖാൻ. അമേരിക്കൻ സൈന്യത്തിന്റെ സാങ്കേതികവും പോരാട്ടപരവുമായ ശേഷികളെ തളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വൻ ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് ഇറാൻ വ്യക്തമാക്കി. അമേരിക്കൻ ഭീകര സൈന്യത്തിന്റെ ആക്രമണ പ്രതിരോധ ശേഷികൾ ഇല്ലാതാക്കുകയായിരുന്നു തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി അറിയിച്ചിരുന്നത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടതോടെ അന്താരാഷ്ട്ര തലത്തിൽ വൻ പരിഭ്രാന്തിയാണ് ഉണ്ടായത്. മിസൈലുകൾ കുവൈറ്റിലെ താവളത്തിൽ പതിക്കുന്നതിന്റെയും വൻ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നതിന്റെയും ദൃശ്യങ്ങളാണ് ടെഹ്റാൻ പുറത്തുവിട്ട വീഡിയോയിലുള്ളത്. എന്നിരുന്നാലും ഈ ദൃശ്യങ്ങളുടെ വിശ്വസനീയതയോ ആക്രമണത്തിന്റെ വ്യാപ്തിയോ സ്വതന്ത്രമായി സ്ഥിരീകരിക്കാൻ അന്താരാഷ്ട്ര ഏജൻസികൾക്ക് സാധിച്ചിട്ടില്ല. അമേരിക്കൻ ഭരണകൂടവും പെന്റഗണും ഈ ആക്രമണത്തെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരണങ്ങളൊന്നും നൽകിയിട്ടില്ല. സ്വന്തം സൈനിക താവളങ്ങൾക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾ മറച്ചുവെക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ ആരോപിക്കുന്നുണ്ട്. ആക്രമണത്തിൽ വൻതോതിൽ സാങ്കേതിക നഷ്ടവും നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അമേരിക്കൻ യുദ്ധതന്ത്രങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഹൈമാസ് സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടത് US സൈന്യത്തിന് വലിയ പ്രഹരമാണ്. ദീർഘദൂരത്തിലേക്ക് കൃത്യതയോടെ മിസൈലുകൾ തൊടുക്കാൻ കഴിയുന്ന ഈ അത്യാധുനിക റോക്കറ്റ് പീരങ്കി സംവിധാനങ്ങളാണ് പലപ്പോഴും അമേരിക്കൻ തിരിച്ചടികൾക്ക് കരുത്തു പകരുന്നത്. ഇവ തകർക്കപ്പെട്ടു എന്നത് അമേരിക്കയുടെ തിരിച്ചടിക്കാനുള്ള ശേഷിയെ തളർത്തുന്ന കാര്യമാണ്. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ പ്രതിരോധ നിരയുടെ ആകെ തുകയാണ് കുവൈറ്റിലെ ക്യാമ്പ് ആരിഫ് ഖാൻ. 10,000-കണക്കിന് US സൈനികരും ആയുധ സംഭരണശാലകളും സ്ഥിതി ചെയ്യുന്ന ഈ താവളം ആക്രമിക്കപ്പെട്ടത് അമേരിക്കൻ സൈനിക നേതൃത്വത്തെ കനത്ത ഞെട്ടലിലാക്കി. തങ്ങളുടെ ഏറ്റവും സുരക്ഷിതമായ താവളങ്ങൾ പോലും ഇറാന്റെ മിസൈൽ പരിധിയിലാണെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകപ്പെട്ടിരിക്കുന്നത്. ഇറാൻ ഉപയോഗിച്ച അത്യാധുനിക ഉപരിതല മിസൈലുകൾ അമേരിക്കൻ റഡാറുകളെ വെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്ത് പതിച്ചു എന്നത് ഗൗരവമേറിയ വിഷയമാണ്. കുവൈറ്റിലെ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായി പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നതിന്റെ തെളിവായി ഇറാൻ ഈ നീക്കത്തെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. താഴ്ന്നു പറക്കുന്ന മിസൈലുകൾ പ്രതിരോധിക്കാൻ US സൈന്യത്തിന് സാധിച്ചില്ല എന്നത് ചർച്ചയാകുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മേൽ ആഭ്യന്തരമായി വൻ രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഈ സംഭവം ഉണ്ടാക്കിയത്. വിദേശ രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളും ദൃശ്യങ്ങൾ പുറത്തുവരുന്നതും ഭരണകൂടത്തിന്റെ പരാജയമാണെന്ന് വാഷിംഗ്ടണിൽ വിമർശനം ഉയർന്നു. സ്വന്തം സൈനികരുടെയും ആയുധങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ട്രംപ് ഭരണകൂടത്തിന് കഴിയുന്നില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളെ മാത്രം ആശ്രയിക്കാതെ ഇറാൻ കരസേന നേരിട്ട് തന്നെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ മിസൈലുകൾ തൊടുക്കുന്നത് യുദ്ധത്തിന്റെ സ്വഭാവം വല്ലാതെ മാറ്റിമറിച്ചു. ഇതുവരെ നിഴൽ യുദ്ധമായി തുടർന്ന കാര്യങ്ങൾ ഇപ്പോൾ പരസ്യമായ ആക്രമിച്ചു കീഴടക്കൽ രീതിയിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ഇത് മേഖലയിലെ മറ്റ് സഖ്യരാജ്യങ്ങളെയും കടുത്ത ഭീതിയിലാഴ്ത്തുന്നുണ്ട്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ തത്സമയം പുറത്തുവിട്ടതിലൂടെ വൻ നയതന്ത്ര മാനസിക മേൽക്കൈ നേടാനും ഇറാന് കഴിഞ്ഞു. തങ്ങളുടെ ആധുനിക ശേഷിയും കൃത്യതയും ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിനൊപ്പം അമേരിക്കൻ സൈന്യത്തിന്റെ ദുർബലത വെളിപ്പെടുത്താനും ഈ വീഡിയോകൾ ഇറാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് അറബ് ലോകത്തെ ആകം സ്വാധീനിക്കാനും സാധ്യതയുണ്ട്. ഗൾഫ് മേഖലയിലെ മറ്റ് അമേരിക്കൻ താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ബഹ്റൈൻ, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളും ഇപ്പോഴത്തെ സംഭവങ്ങളിൽ കടുത്ത ഉത്കണ്ഠ രേഖപ്പെടുത്തുന്നുണ്ട്. സ്വന്തം മണ്ണിലെ US താവളങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അത് തങ്ങളുടെ രാജ്യങ്ങളുടെ സുരക്ഷയും സാമ്പത്തിക നിലനിൽപ്പിനെയും നേരിട്ട് ബാധിക്കുമെന്ന ഭയം ഗൾഫ് ഭരണാധികാരികൾക്കുണ്ട്. കുവൈറ്റ് ഈ വിഷയത്തിൽ വളരെ ജാഗ്രതയോടെയാണ് പ്രതികരിക്കുന്നത്. തങ്ങളുടെ വ്യോമാതിർത്തിയും പ്രദേശവും മറ്റു രാജ്യങ്ങൾക്കെതിരെയോ യുദ്ധത്തിനായോ ഉപയോഗിക്കുന്നത് ആശങ്കാജനകമാണെന്ന് അവരും കരുതുന്നു. എന്നാൽ അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യം രാജ്യത്ത് നിലനിൽക്കുന്നതിനാൽ പരസ്യമായി ഒരു നിലപാടെടുക്കാൻ കുവൈറ്റിന് പരിമിതികളുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ കടുത്ത പ്രകോപനത്തിന് അമേരിക്ക വലിയ രീതിയിൽ തിരിച്ചടി നൽകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. പെന്റഗൺ ഉന്നത ഉദ്യോഗസ്ഥരുമായി പ്രസിഡന്റ് ട്രംപ് അടച്ചിട്ട മുറിയിൽ ചർച്ചകൾ നടത്തിവരികയാണ്.
കുവൈറ്റിലെ താവളത്തിന് നേരെ നടന്ന ഈ ആക്രമണത്തിന് മറുപടിയായി ഇറാനിലെ നിർണായക കേന്ദ്രങ്ങൾക്ക് നേരെ ബോംബാക്രമണം ഉണ്ടാകാനും സാധ്യതയേറെയാണ്. ഈ യുദ്ധം പേർഷ്യൻ ഗൾഫിലെ എണ്ണ ഗതാഗതത്തെയും അന്താരാഷ്ട്ര വാണിജ്യത്തെയും പൂർണ്ണമായി തടസ്സപ്പെടുത്തുന്ന ഘട്ടത്തിലെത്തി നിൽക്കുന്നു. ലോകമെമ്പാടും ഇന്ധനവില കുതിച്ചുയരുന്നതിനും സാമ്പത്തിക മാന്ദ്യത്തിനും ഈ സംഘർഷം കാരണമാകുമെന്ന മുന്നറിയിപ്പുകൾ സാമ്പത്തിക വിദഗ്ധർ നൽകി കഴിഞ്ഞു. കുവൈറ്റിലെ ക്യാമ്പ് ആരിഫ് ജാനിലെ അമേരിക്കൻ ഹൈമാസ് മിസൈൽ സംവിധാനങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണവും അതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതും പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ കീഴ്മേൽ മറിച്ചിരിക്കുകയാണ്. വാഷിംഗ്ടണിന്റെ മൗനവും ടെഹ്റാന്റെ ആക്രമണോത്സുകതയും വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ ഒരു സമ്പൂർണ്ണ പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്.